ഓൾറെഡി ഒരു ക്രൂക്കഡ് ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിലുള്ള ആന്റണി അല്ല സെക്കൻഡ് ഹാഫിലുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്? ഞാൻ പറയാം, നമ്മളൊരു സ്ക്രീൻ പ്ലേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇത് പക്ക ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് വേണ്ട മൂവിയാണ് ആക്ച്വലി. കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ടൈം ബാറിനുള്ളിൽ നമുക്ക് വലിയൊരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കണം. അതിന് ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് വേണം. നമ്മൾ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, അപ്പോൾ എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മളിന്ന് ചെയ്തു. പിന്നെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് എത്രത്തോളം ബ്രില്യൻ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ഡിസ്കഷനും കാര്യങ്ങളും മാക്സിമം ചെയ്യാന്നല്ലാതെ എനിക്ക് കഥയ്ക്കപ്പുറമോ അല്ലാത്ത രീതിയിലോ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനോട് മാക്സിമം നീതി പുലർത്തുക, ആ ടെൻഷൻ മാക്സിമം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ 10-30 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പല സീൻസും പല ഓർഡറിലല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ കണ്ടിന്യൂറ്റി പറ്റി അങ്ങനത്തെ മേഖലകളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ടെൻഷൻ. നമ്മുടെ ഒരു ആക്ടിങ് കണ്ടിന്യൂറ്റി ഇപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ മേഖലകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിനകത്ത് ഇതുണ്ട്. ഇത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ബിജുവിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന, ബിജു അത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട്. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എപ്പോഴും ഒരു ആക്ടർ ഓക്കെ അതൊന്ന് രൂപപ്പെട്ട് മനസ്സിലൊരു ഐഡിയ വരും. പക്ഷെ അത് ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന കഥയായിരിക്കും. ഇതിനകത്ത് പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ 1-2 മണിക്കൂറിൻ്റെ കണ്ടിന്യൂറ്റി. ഇത് 40 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ല 30 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടിന്യൂ അത് ഓർഡറിലും ആയിരിക്കില്ല.